നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മീനഭരണി എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിൽ കൊടിയേറി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസകാലത്തെ വിശേഷങ്ങളും ചടങ്ങുകളും അവിടെ അതിഗംഭീരമായിട്ടുള്ള ഉത്സവമാണ്. അവിടെ പലതരം കോഴിക്കൽ മൂടല്, കാവു തീണ്ടല്, അശ്വതി വിളക്ക്, ജയവതി വിളക്ക് എല്ലാം അവിടെ നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങുകളാണ്. അതല്ലാതെ തന്നെ അവിടെ ത്രിചന്ദന ചാർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു രഹസ്യ പൂജ കൂടെ അവിടെ നടത്തുന്നുണ്ട്. വളരെ അതിവിശേഷമായിട്ടുള്ള ഒരു ഉത്സവവും കൂടിയാണ് മീനഭരണി എന്ന് പറയുന്നത്. ഒട്ടേറെ ഭക്തർ വന്നു ചേരുന്ന ഒരു ക്ഷേത്രമാണ്. അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അവിടെ നമ്മൾക്ക് എന്ത് വഴിപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനൊരു ദിവസമുണ്ട്. കാരണം ഈ ഉത്സവത്തിൽ ഒരു 3 ദിവസം വരുന്നുണ്ട്. ആ 3 ദിവസത്തിൽ ഇനി വഴിപാടുകൾ അവിടെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അത് എന്ത് തന്നെയാണെങ്കിലും ആ കാര്യം അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവി നമ്മൾക്കത് നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. കാരണം അത്രയ്ക്കും ശ്രേഷ്ഠമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അത് പറഞ്ഞാൽ ആ അമ്മയുടെ ശക്തി ആദിപരാശക്തിയാണ് അമ്മ. എന്നുവെച്ചാൽ ദാരികാ നിഗ്രഹത്തിനായിട്ട് അവതരിച്ച അമ്മയായിട്ടാണ്. ദാരികാ നിഗ്രഹം കഴിഞ്ഞ് വരുന്ന ഒരു ചടങ്ങാണ് മീനഭരണി എന്ന് പറയുന്നത്. അതിശ്രേഷ്ഠമാണ്. അത്രയും ശക്തിയുള്ള ഒരു ദൈവമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്നത്. മീനമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാണ് മീനഭരണി എന്ന് പറയുന്നത്. ദേവി ഭക്തർക്ക് ആദരവോട് കൂടിയിട്ട് മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥനയിൽ മുഴുകി ഭദ്രകാളി പ്രീതി വരുത്തി ക്ഷേത്ര ദർശനത്തിനായിട്ട് ദേവി ഭക്തർ എത്തുകയാണ്. കൈവരിച്ച ദോഷശാന്തിക്കായി കൈവരിച്ച ജീവിത വിജയത്തിനായിട്ടാണ് ഓരോ ഭക്തരും അവിടെ വരുന്നത്. ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് മീനഭരണി എന്ന് പറയുന്നത്. ദുഷ്ടസങ്കല്പത്തെ ദേവീ സങ്കല്പമായ നന്മയുടെ വിജയം കൈവരുന്ന ദിവസമാണ് ഈ മീനഭരണി എന്ന് പറയുന്ന ദിവസം. അതിശ്രേഷ്ഠമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. ക്ഷേത്രാചാരങ്ങളും ആഘോഷങ്ങളും അത്യധികം ശ്രദ്ധേയായതും ഇന്ത്യയിൽ പഴക്കം ചെന്നതുമായ ക്ഷേത്രങ്ങളിൽ അതിവിശേഷമായ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. സൗഭാഗ്യം നൽകുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം അമ്മന്റെ മുന്നിൽ സങ്കല്പിക്കുകയാണെങ്കിൽ, പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതുവിധ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. കാരണം എത്ര കഷ്ടമുള്ള അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെയോ വഴിപാടുകൾ നടന്നിട്ടും നിങ്ങൾ നടന്നിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടത്തി കിട്ടാൻ ഈ 3 ദിവസം, അത് പറഞ്ഞ കുംഭമാസത്തിൽ ഭരണി തുടങ്ങിയിട്ട് മീനമാസത്തിൽ ഭരണി വരെയാണ് അമ്മയുടെ ഉത്സവം. ആ ഉത്സവത്തിലെ അവസാന ദിവസങ്ങളായ രേവതി, അശ്വതി, ഭരണി ദിവസങ്ങളിൽ നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് തൊഴുതിക്കൊണ്ട് നിങ്ങൾ അവിടെ ഒരു വഴിപാട് നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹം ആണോ മനസ്സിൽ വിചാരിച്ചിട്ടായി അമ്മയ്ക്ക് ആ പ്രാർത്ഥന നടത്തിയിട്ട് വരുന്ന ആ ആഗ്രഹം എത്രയും വേഗം നടന്നു കിട്ടും എന്നാണ് പറയുന്നത്. അത്രയും അതിവിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അവിടെ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ കോഴിക്കൽ മൂടലും ഭരണിപ്പാട്ട് പ്രത്യേകതയാണ്. കാരണം 41 ദിവസം വ്രതമെടുത്തിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള കുടുംബാംഗങ്ങളാണ് അവിടെ വന്നിട്ട് ആ ഭരണിപ്പാട്ട് നടത്തുന്നത്. ആ ഭരണിപ്പാട്ട് നടത്തുമ്പോൾ അതൊരു അനുഷ്ഠാന കലയും കൂടിയായിട്ടാണ്. എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഭരണിപ്പാട്ട് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് രേവതി വിളക്ക് വെക്കാറുണ്ട്.
ആ രേവതി വിളക്ക് ദിവസം നിങ്ങളൊരു പട്ട് കൊണ്ടുപോയിട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതാണ്. അന്നേ ദിവസം തന്നെ ഈ രേവതി നക്ഷത്രം ദിവസം അല്ലെങ്കിൽ അശ്വതി നക്ഷത്ര ദിവസം നിങ്ങളൊരു ചുവന്ന പട്ട് വാങ്ങിച്ച് അതിൽ ഒരു പിടി പണവുമായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ എത്ര വലിയ ശത്രുദോഷങ്ങളും മാറിക്കിട്ടും എന്ന് പറയാറുണ്ട്. കാരണം അതിവിശേഷമായിട്ടുള്ള അമ്മയുടെ ശക്തി, അതിശക്തമായിട്ടുള്ള ആ അമ്മ വാളും ചിലമ്പും വേണ്ടി വരുന്ന കോമരങ്ങളുടെ മുന്നിൽ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷം നിറയുന്ന ഒരു ദിവസമാണ്. ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. 30 ദിവസത്തെ അവിടുത്തെ ആ വിശേഷങ്ങളിൽ നമ്മൾക്കും പങ്കുചേരാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഉത്സവത്തിൽ നമ്മൾ അവിടെ പോയി നമുക്ക് വേണ്ട മാറാ രോഗങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്. അത്ര കഠിനമായിട്ടുള്ള രോഗവും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പട്ട് സമർപ്പിച്ചാൽ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ പട്ടിൽ ഒരു പിടി പണം വെച്ച് അമ്മയ്ക്ക് സമർപ്പിച്ച ശത്രുദോഷം മാറിക്കിട്ടും എന്ന് പറയാറുണ്ട്. കുട്ടികൾക്ക് തലയ്ക്കുഴിഞ്ഞ് ഒരു പിടി പണം നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വന്നിട്ടുള്ള സകലവിധ ദോഷങ്ങളും മാറി കുട്ടികൾ വിദ്യയിൽ അല്ലെങ്കിൽ പഠിപ്പിൽ ഉന്നതരായി തീരും എന്ന ഒരു വിശ്വാസവും കൂടെ ആ ക്ഷേത്രത്തിലുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കോമരങ്ങളുടെ കാവുതൂണ്ടൽ മാത്രമല്ല, അവിടെ നെല്ലിന്റെ പറ, അരിപ്പറ സമർപ്പിക്കൽ, മഞ്ഞൾ പറ സമർപ്പിക്കൽ, കുരുമുളക് സമർപ്പിക്കൽ എന്നീ വിശേഷ ചടങ്ങുകളും ആ ക്ഷേത്രത്തിൽ നടന്നു വരാറുണ്ട്. ഓരോ സമർപ്പണത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളാണ് അവിടെ പറയുന്നത്. അരി സമർപ്പണത്തിലൂടെ, നിവേദ്യത്തിനുള്ള അരി സമർപ്പണത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് സകലവിധ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരും എന്ന് പറയാറുണ്ട്. നെല്ല് സമർപ്പണത്തിലൂടെ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യങ്ങൾ നീങ്ങി ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സമർപ്പണത്തിലൂടെയും നമ്മൾക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ അകറ്റുവാൻ അവിടെ പ്രത്യേകതരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തി വരാറുണ്ട്. എത്ര കഠിനമായിട്ടുള്ള ശത്രുദോഷം ഉണ്ടെങ്കിലും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ മനസ്സിലൊന്ന് വിചാരിച്ച് നേർന്നുകൊണ്ട് അമ്മയ്ക്കൊരു പട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുദോഷവും മാറിക്കിട്ടും എന്ന് പറയാറുണ്ട്. എവിടെ പോയിട്ട് മാറിക്കിട്ടിയില്ലെങ്കിലും അത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തൊഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രുദോഷം മാറി വീട്ടിലേക്ക് ഐശ്വര്യം, സമ്പത്തും സമൃദ്ധിയും വന്നു ചേരും എന്നുള്ള ഒരു വിശ്വാസം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മീനഭരണിയോട് അനുബന്ധിച്ച് നമ്മൾക്ക് അവിടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ രോഗങ്ങൾ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ശ്രേഷ്ഠമാണ്. വഴിപാട് ചെയ്തില്ലെങ്കിലും കൂടെ പ്രശ്നമില്ല. അവിടെ നമ്മൾ ആ ഉത്സവത്തിൽ പങ്കെടുത്താൽ തന്നെ നമ്മൾക്ക് വന്നിട്ടുള്ള എല്ലാവിധ കഷ്ടങ്ങളും ദുരിതങ്ങളും തീർന്നു കിട്ടും എന്നൊരു വിശ്വാസം കൂടെ ഉണ്ട്. അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കൊടുങ്ങല്ലൂർ മീനഭരണി എന്ന് പറയുന്നത്. ഈ വർഷത്തെ മീനഭരണി വരുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. മീനമാസം 18-ാം തീയതി ചൊവ്വാഴ്ചയായിട്ടാണ് വരുന്നത്. അതിവിശേഷമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട് തൊഴുതുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.